പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇട്ട പാലക്കാട് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കാടിനുള്ളിലെ ആ മനോഹരമായ കുതിരാൻ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അതും നമ്മുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ലിക്കടയിലേക്ക്. ഈ ഒരു രാമശ്ശേരി ഇഡ്ഡലി ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നറിയാം, എന്നാലും ഒരു ഷോർട്ട്സ് ഇട്ടുണ്ട്, അതും കൂടി കാണാൻ മറക്കണ്ട. ഇനി കുറച്ച് ഓഫ് റോഡ് യാത്രയാകാം അല്ലേ. ദ ട്രീ ഓർഗാനിക് ഫാം ആൻഡ് സ്റ്റേ എന്ന് പറയുന്ന ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേയിലേക്ക് പോകുവാണ് ഈ ഒരു ഓഫ് റോഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇടാം. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഇതുപോലെ മയിലിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്റ്റേയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേയിൽ എത്തിപ്പെടാനായിട്ട് ഓഫ് റോഡ് വെഹിക്കിൾ ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നേരത്തെ തന്നെ വിളിച്ച് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു സ്റ്റേ നേരത്തെ തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഫുഡൊക്കെ ഇവിടെ വിളിച്ച് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം തിരിച്ചിറങ്ങിപ്പോയി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. ഹലോ, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ശിർവാണി ഡാമിൻ്റെ അടുത്തുള്ള മണ്ണാർക്കാട് ഒരു ഓർഗാനിക് ഫാം സ്റ്റേയിലാണ്. ദ ട്രീ ഓർഗാനിക് ഫാം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഫാമാണ്. കുറേ കോഴിയും ആടും അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ റൂംസ് വരുന്നത് ബാംബൂ ഹൗസ് പോലെ വരുന്നുണ്ട്, പിന്നെ ഡാം വ്യൂ വരുന്നുണ്ട്, പിന്നെ ഒരു ട്രീ ഹൗസ് വരുന്നുണ്ട്, ഫാം വ്യൂ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫാം വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റൂംസ് ഒന്നും ഇപ്പം എല്ലാവരും ഉള്ളത് കൊണ്ട് കാണിക്കുന്നില്ല. ഫുള്ള് മരങ്ങളാണ്. അതിലേതോ ഒരു മരം മഴയൊക്കെ ആയതുകൊണ്ട് എന്തോ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവർ വെട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. പിന്നെ ഇവിടെ ഊഞ്ഞാൽ കെട്ടിട്ടുണ്ട് മാവിൽ. ശിവ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങായിട്ട് ആടുന്നതിലാണ് ഞാൻ നേരത്തെ ഇരുന്നിട്ട് ആടിക്കൊണ്ടിരുന്നത്. താഴെ വെള്ളച്ചാട്ടം കുളമൊക്കെ ഉണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതുപോലെയാണ് സ്റ്റെപ്പ്, നോക്കി പോണം. അയ്യോ, മഴയായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരു തെന്നലുണ്ടോ എന്നൊരു ഡൗട്ട്. ഇതെവിടെ കണ്ടോ, അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇങ്ങനൊരു പാലമുണ്ട്. ഒരു കാട് സെറ്റപ്പാണ്. കാണിച്ചു തരാം. അയ്യോ അയ്യോ, വെള്ളം വരുന്നുണ്ട്. ഇവിടെ കുളിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ പറഞ്ഞത്. കാണിച്ചു തരാം. നല്ല വെള്ളമാണിത്. ഇവിടെയാണ് കുട്ടികളെ കുളിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞ ബാംബു, ഒരു കാട് പോലെ ബാംബു ഗാർഡൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഫുൾ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇതുപോലെ ആയതുകൊണ്ട് രസമുണ്ടല്ലേ. ഇതാണ് ബാംബു ഹൗസ് അവിടെ കാണുന്നത്.
നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനായിട്ടും നടക്കാനായിട്ടും ഒക്കെ ഒരുപാട് സ്ഥലവുമുണ്ട്. അപ്പോൾ ഓണം വെക്കേഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ട്രിപ്പായിട്ടും കൂടി നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. ഒരു 3 ഫാമിലിക്ക് വരെ സുഖമായിട്ട് ഇവിടെ താമസിക്കാം. എപ്പോഴും ട്രിപ്പ് പോകുന്ന ആ ഒരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണോ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരാൾക്കോ നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള യുണീക്കായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇനിയും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.